Meet the editors. കേസ് കുതന്ത്രമോ എന്നാണ് ചോദ്യം. ആം 31 വർഷമായി AMMA എന്ന സംഘടന നിലവിൽ വന്നിട്ട്. തുടക്കത്തിൽ MG സോമനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അതിൻ്റെ സാരഥികളായിട്ടിരിക്കുന്നു. വൃത്തിയായിട്ട് തുടങ്ങിയതാണ്. അവിടെയുള്ള ഒരുപാട് മുതിർന്ന താരങ്ങൾക്ക് ആശ്വാസവും ഒരേ സമയം താരങ്ങൾക്ക് വലിയ ആശ്വാസവുമായിരുന്നു AMMA എന്ന സംഘടന. ഇന്നിപ്പോൾ ആ സംഘടനയിലൊരു മത്സരം രംഗത്ത് വരുമ്പോൾ ഇതാ കേൾക്കുന്നു പലതരം കേസുകളാണ് വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഈ കേസുകൾ കുതന്ത്രമാണോ? അതിലൊരു തർക്കവും. ഈ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് AMMA, നമ്മളല്ല AMMA എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയ കുറച്ച് സ്ത്രീകളാണ് അങ്ങനെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയത്. അമ്മ എന്നൊരു സങ്കല്പമായിരുന്നല്ലോ. ഒരു അമ്മയും കുട്ടികളും അമ്മയും മക്കളും എന്ന സങ്കല്പമായിരുന്നു. അപ്പോൾ ഈ പേരൊക്കെ അമ്മ എന്നൊക്കെ ആണെങ്കിലും ഈ സംവിധാനം പൂർണ്ണമായും സ്ത്രീവിരുദ്ധമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഏത് ഘട്ടത്തിലാണ് ആ രൂപത്തിലുള്ള ചർച്ചയിലേക്ക് വന്നത്? നടി ആക്രമിക്കപ്പെട്ട വിഷയം. അതിൽ നടി എന്ന് പറയുന്നത് ഈ സംഘടനയിലെ മകളാണ്. ആ മകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മകൾക്കൊപ്പം നിൽക്കാതെ ആരോപണ വിധേയനെ മകനായി ചേർത്ത് പിടിക്കുകയും മകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തപ്പോൾ അതിൽ വിഷമിച്ചുകൊണ്ട് കുറേ പേർ പ്രതികരിക്കുകയും അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അങ്ങനെ വിപ്ലവകരമായ WCC എന്നൊരു സംവിധാനം ഉണ്ടാവുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രം. അപ്പോൾ ആത്യന്തികമായി ഇതൊരു സ്ത്രീവിരുദ്ധമായ സംവിധാനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയണമെന്ന് ചോദിച്ചാൽ അതിൽ നടക്കുന്ന എന്ത് വിഷയങ്ങളായാലും അതിന് പുറത്തേക്ക് അതിൽ ആരോപണ വിധേയരായ ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സംഘടന ഒരു ഞങ്ങളുടെ സ്വകാര്യ സംഘടനയാണ്, ഞങ്ങളുടെ ഒരു കുടുംബ സംഘടനയാണ്, അതിൽ നിങ്ങൾക്ക് എന്ത് കാര്യമെന്നാണ് ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ അതിലുള്ളവർ തന്നെ പറയുന്നു നിങ്ങൾ കൂടി ഇടപെടൂ എന്ന രൂപത്തിലേക്ക് അതിലുള്ള ആളുകൾ പറയുന്നതിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ആരോപണങ്ങളൊക്കെ വരുന്നത്? ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ്. ഇതിനു മുമ്പ് ഈ തിരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു സാഹചര്യമുണ്ടല്ലോ. ഇതിനു മുമ്പ് പ്രധാനപ്പെട്ട താരങ്ങൾ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. അതിനുശേഷം ലൈംഗികാരോപണങ്ങൾ പലർക്കുമെതിരെ വരുന്നു, കേസ് വരുന്നു, ചിലർ മനം മടുത്ത് രാജിവെക്കുന്നു. പിന്നീട് അതിന്മേലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അതിൽ പലർക്കെതിരെയും ആരോപണങ്ങൾ വരുന്നു. പിന്നെയും പല ആളുകൾക്കെതിരെയും കേസുകളൊക്കെ വന്ന ശേഷം അഡ്ഹോക് കമ്മിറ്റിയെ ഏർപ്പെടുത്തുകയാണ്. അഡ്ഹോക് കമ്മിറ്റിയാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇപ്പോൾ മത്സരിക്കാൻ പ്രധാനപ്പെട്ട താരങ്ങളൊന്നുമില്ല. അവർക്ക് മടുത്തു, അവർ പോകുന്നു. ഇനി ആരോപണ വിധേയർ മത്സരിക്കേണ്ട എന്നൊരു അഭിപ്രായം ശക്തമായി വന്നു. അപ്പോൾ ഈ ബലാത്സംഗ കേസടക്കം നേരിടുന്നവർ അതിൽ നിന്ന് മാറി നിൽക്കണം. അവരൊക്കെ കുപ്പായം തയ്ച്ച് റെഡിയായി നിൽക്കുകയായിരുന്നു. അവർ അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടിരുന്നു, ആളെ ഒരുക്കിയിരുന്നു. അപ്പോൾ അവർക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ആരോപണ വിധേയരാകുമല്ലോ ഈ കേസ് വന്നാൽ. 2 സ്ത്രീകൾക്കെതിരെയാണ്, കുക്കു പരമേശ്വരനും ഇപ്പോൾ ശ്വേതാ മേനോനും. 2 സ്ത്രീകൾക്കുമെതിരെ ഓരോ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൾ ഇവരും ആരോപണ വിധേയരാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ മത്സരിക്കുക? അതാണ് ആത്യന്തികമായ ലക്ഷ്യം. ഇവർ മത്സരിക്കാതിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് അവിടെ നിന്ന് തന്നെ വരുന്ന സ്വരങ്ങളായിട്ടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ അവിടുത്തെ സ്ത്രീകളെ അപമാനിക്കുന്ന രൂപത്തിൽ പല കാര്യങ്ങളും പുറത്തു വന്നു. ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ വാർത്തകൾ വരുന്നു. വാർത്തകൾ എന്ന് പറയുകയാണോ അതോ അശ്ലീലം പുറത്തേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതെങ്ങനെയാണ് വരുന്നത്? ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നു. ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു മാധ്യമം നമ്മൾ കോഴ്സിൽ പറയുന്നത് മാധ്യമമല്ല, വാർത്താ മാധ്യമമല്ല, ഒരു യൂട്യൂബർ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനിമാ സംഘടനയുടെ ഇത്രയും താരനിബിഡമായ ഈ സംഘടനയുടെ നിയന്ത്രണം ഒരു യൂട്യൂബർ അങ്ങോട്ട് ഏറ്റെടുക്കുക. എങ്ങനെയാണ്? 30 ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ടാണത്രേ. 30 ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ സംഘടനയുടെ ജനറൽ ബോഡി പരിപാടികൾക്ക് എല്ലാ ചാനലുകളും പോയി നിൽക്കാറുണ്ട്. ഈ താരങ്ങളുടെ പ്രതികരണം ഇവരുടെ യോഗങ്ങൾ നടക്കുമ്പോൾ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിഷ്വൽസ് കൊടുക്കാറില്ലല്ലോ. നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾക്കൊന്നും ദൃശ്യങ്ങൾ കൊടുക്കില്ല. കാരണം അത് മുഴുവൻ ഈ ചങ്ങാതിക്ക് കൊടുത്തിരിക്കുകയാണ്, ഈ യൂട്യൂബർക്ക് കൊടുത്തിരിക്കുകയാണ്. 30 ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം അതിൻ്റെ ഭാഗമായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന യൂട്യൂബർ ഈ സംഘടനയുടെ ഭാഗമാണ് എന്നാണ് അത്രേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ചെന്നിരിക്കാം, ദൃശ്യങ്ങൾ പകർത്താം, അഭിപ്രായങ്ങൾ പറയാം. അദ്ദേഹം അവിടെ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ചില കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ അവിടെയുള്ള അകത്തെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു, ഇല്ലാത്ത കാര്യങ്ങളും പുറത്തു വരുന്നു. അതിനകത്ത് അമ്മയുടെ പെൺമക്കൾ എന്ന രൂപത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് നടക്കുന്ന ചാറ്റുകൾ അതൊക്കെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് പോവുകയും ഈ പറയുന്ന കേന്ദ്രത്തിലേക്ക് പോവുകയും ആ കേന്ദ്രം വേറെ രൂപത്തിലാക്കി പുറത്തേക്ക് കൊടുക്കുകയും അതങ്ങനെ അപമാനിക്കുന്ന തരത്തിൽ അങ്ങനെ പല താരങ്ങൾ ഇപ്പോൾ മാലാ പാർവതിയെ പോലുള്ളവരെ അപമാനിക്കുന്ന തരത്തിലൊക്കെ വാർത്ത വന്നു. കുക്കു പരമേശ്വരനെ പറ്റി കുക്കുവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത എന്താണ്? അവിടെ ഒരു യോഗം 12 പേർ ചേർന്ന ഒരു ഹോട്ടലിൽ യോഗം നടന്നിരുന്നു. അതായത് സ്ത്രീകൾ. അതെപ്പോഴാണ് യോഗം ചേർന്ന് ഓർക്കണം, അപ്പുറത്ത് WCC രൂപീകരിക്കുമ്പോൾ
WCC രൂപീകരിക്കുമ്പോൾ നമ്മുടെ സംഘടനയ്ക്കകത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ വനിതകൾ കുറച്ച് പേര് 12 പേരേ ഉള്ളൂ, എല്ലാവരും വിളിച്ചിട്ടുമില്ല, അത്രേ, എല്ലാവരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു യോഗം ചേരുന്നു. അതിനകത്ത് നിന്ന് ഓരോരുത്തരായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ആരോപണം പല പ്രധാനപ്പെട്ട മുതിർന്ന താരങ്ങൾക്കെതിരെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത ഒരു നടി പറഞ്ഞു, നിങ്ങൾ മുതിർന്ന നടി പറഞ്ഞു, ആവശ്യമില്ലാത്ത അനാവശ്യം പറയരുത്, ഇന്നയാളെ പറ്റി പറയുന്നത് മഹാമോശമാണ്, അത് ശരിയല്ല എന്ന രൂപത്തിൽ പറയേ, ആ മെമ്മറി കാർഡ് ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സംഘടനയുടെ ആ സമയത്ത് ഒരു ചുമതലയും വഹിക്കാതിരുന്ന കുക്കു പരമേശ്വരൻ അതെടുത്തിട്ട് ആ നടിക്ക് കൊടുക്കുന്നു. അതെവിടെയാണെന്ന് കുക്കുവിന് ഇപ്പോൾ അറിയില്ല എന്നാണ് ഞാൻ കേട്ടത്. നമുക്കിതൊക്കെ കേട്ടുകേൾവിയാണ് കേട്ടോ. അപ്പോൾ അതവിടെ കൊടുക്കുന്നു. അതാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ ഇത്രയും വർഷമായാലും ഇപ്പോൾ 2025 എത്തി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് പലതവണ യോഗം ചേർന്നു, പലതവണ മത്സരമുണ്ടായി. ഒരു തവണ പോലും ഈ വിഷയത്തെപ്പറ്റി ആരും പരാമർശിച്ചിട്ടുമില്ല, ആർക്കും പരാതിയില്ല. ഇപ്പോൾ എപ്പോഴാണ് പരാതി വരുന്നത്? കുക്കു മത്സരിക്കാൻ പോകുമ്പോഴാണ്. ഇപ്പോൾ ശ്വേതാ മേനോനെതിരായ പരാതി, ഇതാരാണ് ഈ പരാതി കൊടുത്തത്? ഈ മാർട്ടിൻ മേനാച്ചേരി ആരാണ്? അതിങ്ങനെ അന്വേഷിച്ച് ചെന്നാൽ ആ കേന്ദ്രത്തിൽ ചെന്ന് നിൽക്കുന്നേ. അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയുടെ ഭാരവാഹിയാണത്രേ. ഈ ഓൺലൈൻ കൂട്ടായ്മയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആരാണ് നിയോഗിച്ചത്? അദ്ദേഹം ഈ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. പോലീസുകാരനെ ഓടിച്ചു വിട്ടു. എന്നിട്ടാണ് ഇയാൾ കോടതിയിൽ പോയത്. കോടതി എന്തിനാണ് അനുമതി കൊടുത്തത് എനിക്കറിയില്ല. അവർ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്വേതാമേനോൻ. ഇതൊന്നും രഹസ്യമായ കാര്യമൊന്നുമല്ല. അവർ വളരെ ബോൾഡായിട്ടുള്ള നടിയാണ്, അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെയും ബോൾഡായ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അവർ നല്ല നടിയുമാണ്. അപ്പോൾ അവർ ആ അഭിനയിച്ച സിനിമകളിലെ ഭാഗങ്ങൾ ഏതെങ്കിലും പോൺ സൈറ്റിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരത് അതിന് പൈസ കൊടുക്കും. എന്തെനിക്ക് മനസ്സിലാവുന്നില്ല. അതുവഴി പൈസ വാങ്ങുന്നു. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രതിഫലം വാങ്ങുന്നു. അപ്പോൾ പ്രതിഫലം ഇല്ലാതെ ഫ്രീ ആയിട്ട് അഭിനയിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അശ്ലീലോ നിശ്ചയിക്കാൻ ഇയാളാരാണ്? കോടതി എന്താണ് കേസെടുക്കൂ എന്ന് പറഞ്ഞതും കൂടി എനിക്ക് അത്ഭുതമായി തോന്നുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് ഇവരെ മാറ്റി നിർത്താനുള്ള കുതന്ത്രമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ സംഘടന, ഈ സംവിധാനം, അതിനോട് നമുക്ക് പൂർണ്ണമായും വിയോജിപ്പാണ്. AMMA എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒരു പ്രതിനിധിയോട് നമുക്കൊരു ദിവസം ഇൻ്റർവ്യൂവിൽ AMMA എന്ന് ചോദിച്ചു, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ആ കുട്ടി അന്ന് തീരെ ചെറുതായിരിക്കണം ഞാൻ വിചാരിക്കുന്നു, ഈ സംഭവം, നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അമ്മയുടെ ഒരു മകൾ അനുഭവിച്ച കാര്യം അവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അവരന്ന് അത് പറയില്ലായിരുന്നു. അപ്പോൾ ഇതായത് ഈ പുരുഷ കേന്ദ്രീകൃതമാണ് പൂർണ്ണമായും. അവരുടെ ടൂളായി പ്രവർത്തിക്കാൻ കുറേ പേരുണ്ട്. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യമാണ് പറയുന്നത്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം കുഴപ്പത്തിലാകുമെന്ന് പറയും. ഇതിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പാരറ്റിംഗ് ആണ്. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആര് വന്നാലും അവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടാകാൻ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പാവപ്പെട്ട കുറേ പഴയ താരങ്ങൾ, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു, അവരുടെ ചികിത്സയ്ക്ക് പണം കൊടുക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഈ പറഞ്ഞ ആർക്കെങ്കിലും വയ്യ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പൈസ കൊടുക്കുമായിരുന്നു അത്രേ. ഇപ്പോൾ 8 ലക്ഷത്തോളം ഈ സംഘടനയ്ക്കകത്ത് 8 കോടിയോളം രൂപയുണ്ട്. പക്ഷേ ഭയങ്കര ധൂർത്താണ് എന്നും ഈ പറയുന്ന പരാതിയുള്ളവർ പറയുന്നു. ഇതൊന്നും നമുക്കറിയില്ല, ഇതിനൊന്നും ഓഡിറ്റിംഗ് നടത്തുന്നില്ല, ഇതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ള സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ വരുന്ന ശബ്ദമാണ്. നമുക്കെന്തായാലും ഇതിൽ ഈ സമയത്ത് ഞാൻ എന്തായാലും ശ്വേതയുടെയും കൂടെയും കുക്കുവിൻ്റെയും കൂടെയാണ്. കാരണം അവരവിടെ മത്സരിക്കാൻ നിൽക്കുന്നു, അവർ വിപ്ലവം ഉണ്ടാക്കുമെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അവർ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ആ സ്ത്രീകളെ അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി നടക്കുന്ന കുതന്ത്രമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. ജിമ്മിയിലേക്ക് എത്തിയാൽ, ജിമ്മി, കുതന്ത്രമാണോ ഇതെല്ലാം? ഈ ടോംസിൻ്റെ ബോബനും മോളിയും കളിക്കകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊരു ക്യാരക്ടറുണ്ട്. ടോംസ് ആ ക്യാരക്ടറിനെ ഉണ്ടാക്കിയതിനെ കുറിച്ച് പറയുന്നത്, നാട്ടിൽ ഒരു പ്രമുഖൻ, സാധാരണ നാട്ടിലൊക്കെ പ്രമുഖന്മാർ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അലവലാതിയെ വിളിച്ച് കൗണ്ടർ കാൻഡിഡേറ്റ് നിർത്തും. ഇയാളെ അങ്ങ് നാണം കെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഈ നാട്ടിലെ പ്രമുഖ വ്യക്തിക്ക് ഈ അലവലാതിക്കെതിരെ മത്സരിക്കേണ്ടി വരും. ആ മത്സരം തന്നെ ഒരു നാണക്കേടാണ്. അവസാനം ജയിച്ചു കഴിഞ്ഞിട്ടും ടോംസിൻ്റെ നാട്ടിൽ ഈ തോറ്റയാളെ ജാഥയായിട്ട് കൊണ്ടുവരുന്ന ജനങ്ങളെല്ലാം പ്രകടനം നടത്തി. അതിൽ നിന്നാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന കോമഡി ക്യാരക്ടറിനെ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ 2-3 പേരെ അടിക്കാൻ കുറേ ആളുകൾ, സിനിമയിലെ അണിയറയിൽ നിൽക്കുന്ന ആളുകൾ ഒരു വടി നോക്കുമ്പോൾ ഒരാളെ കിട്ടി. അയാളെ കൊണ്ട് കോടതി കൊണ്ട് ഒരു കേസ് കൊടുക്കുകയാണ്. ആദ്യം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു, രണ്ടാമത് കോടതി കൊണ്ട് കൊടുക്കുന്നു. ബഹു തമാശയാണ് ഈ പറയുന്ന പരാതിയിലെ ആരോപണങ്ങൾ. വെറുതെ 2 വരി പറയാം. ഈ നടി ശ്വേതാ മേനോൻ, ഐ എം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞു. കേസെടുക്കാനുള്ള കാരണമാണ്. അതിന് ഇല്ല, ഇനിയും ചിരിക്കാനുണ്ട് കേട്ടോ. സ്വന്തം പ്രസവം ചിത്രീകരിച്ച് സിനിമയാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കി. ലോക സിനിമയിൽ ഈ പ്രസവം ചിത്രീകരിച്ച ഒരുപാട് സിനിമകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും വലിയ വിവരം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മഹത്തരമായ സിനിമ ചെയ്ത ബ്ലസ്സിയുടെ കളിമണ്ണെന്ന സിനിമയെക്കുറിച്ചാണ് ഈ മാന്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ
രതി നിർവേദം, പാലേരി മാണിക്യം മുതലായ സിനിമകൾ വളരെ മോശം സിനിമയാണ്. അതേര് മാണിക്കൂ. അവാർഡ് കിട്ടിയ സിനിമയാണ്. പിന്നെ അവാർഡ് കാമസൂത്രയുടെ പരസ്യത്തിൽ ഒരു പുരുഷനോടൊപ്പം അഭിനയിച്ച് ഫോട്ടോകൾ ഇറക്കി സോഷ്യൽ മീഡിയയിൽ കാശുണ്ടാക്കി. ഈ പൊട്ടാന്ന് വിളിച്ചാൽ പോലും മോശമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള അയാൾക്ക് പൊട്ടന്മാർക്ക് നാണക്കേടായിരിക്കും. അതുപോലത്തെ ഒരു 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 അബദ്ധ പഞ്ചാംഗം എഴുതി കൊണ്ടുവന്നിട്ട് കോടതി കൊടുക്കുക, അത് കൊണ്ടുവന്ന് പോലീസിൽ കൊടുക്കുക, എന്നിട്ട് ഈ കേസ് തള്ളിപ്പോവും. അതിന് സംശയമൊന്നുമില്ല. അതിന് നാണക്കേട് അയാൾക്കേ ഇരിക്കുകയുള്ളൂ. ഇതിൻ്റെ അണിയറയിൽ നിന്ന് കളിച്ചവർക്ക് ഒരു പ്രശ്നവുമില്ല. കുറേ കാലത്തേക്ക് അപ്പോൾ പണ്ട് പരാതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാമല്ലോ കുറേ കാലത്തേക്ക്. ഇതാണ് രണ്ടാമത്തെ തിരക്കഥ. ആദ്യത്തെ തിരക്കഥ എന്തായിരുന്നു? കുക്കു പരമേശ്വരനെതിരെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുകയാണ്. 12 സ്ത്രീകൾ ഒരു മുറിയിൽ നിന്ന് സംസാരിച്ചത് കുക്കു പരമേശ്വരൻ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം കുക്കു പരമേശ്വരൻ ആ കാർഡ് എവിടെയോ രഹസ്യമായി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഈ 2018 ശേഷം 19, 20, 21, 22, 23, 24, 25 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷത്തിനിടയ്ക്ക് അമ്മയിൽ പലതവണ മത്സരങ്ങൾ നടന്നു. കുക്കു പരമേശ്വരൻ തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചു. ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ പറയുന്നവർ അന്ന് കുക്കു പരമേശ്വരനെ ജയ് വിളിച്ചു. അപ്പോഴൊന്നും ഇല്ലാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ എടുത്തുന്നയിക്കുന്നത്, അതും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ അറിയാമെന്നേ. പക്ഷേ ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക് പിന്മാറേണ്ടി വന്നു. ആ സ്ഥാനാർത്ഥി പിന്മാറിയതോടുകൂടി അദ്ദേഹത്തിന് നാണക്കേടുണ്ടായി കാണണം. അപ്പോൾ പിന്നെ വാടകയ്ക്ക് ആളെ ഇറക്കുക. നേരത്തെ ടോംസിൻ്റെ നാട്ടിൽ ഒരു മനുഷ്യനെ പഞ്ചായത്ത് പ്രസിഡന്റ് മത്സരത്തിന് ഇറക്കിയതുപോലെ ഇറക്കുക, അങ്ങ് അലമ്പാക്കുക. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു വിഷയം. പക്ഷേ ഗൗരവമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, അമ്മ എന്ന സംഘടനയുടെ അടിവേരിളകും എന്ന് തോന്നിയത് ഒരു സ്ത്രീക്കെതിരായ ഒരു പീഡനം നടക്കുമ്പോൾ ആ സംഭവത്തിൽ അമ്മ ഗൗരവത്തോടെ ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് 2018 ഈ വിഷയം തുടങ്ങുന്നത്. അതിനുശേഷം പല തവണയായി പല പ്രാവശ്യം ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടും മറ്റു പല നടിമാർക്കും ഈ പരാതി ഉണ്ടായിട്ടും അതൊന്നും അമ്മ ഗൗരവത്തോടു കൂടി എടുത്തില്ല എന്ന വിമർശനം ഉണ്ടാവുകയും നാട്ടുകാർ മുഴുവൻ അമ്മയുടെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോഴെന്താണ് ചെയ്തത്? അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളെല്ലാം പറയാണ്, ഞങ്ങളില്ല, നിങ്ങളായിക്കോ. ഈ കേരളത്തിലെ സിനിമാ നടീനടന്മാരുടെ ഒരു സംഘടനയെ എല്ലാവരും ചേർന്ന് ഞങ്ങളില്ല, ഇനി നിങ്ങൾ ഞങ്ങൾക്കറിയാണല്ലോ ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ നിങ്ങളങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ്. അത് പ്രധാനപ്പെട്ട നടീനടന്മാർ മാത്രമല്ല, നേരത്തെ ഈ വിഷയത്തിൽ വളരെ ശക്തിയോടെ നിലപാടെടുത്ത് വന്ന യുവ നടന്മാരും രംഗത്തില്ല. അവരോടും ചോദിച്ചു എന്നാണ് പറയുന്നത്, ഞങ്ങളുമില്ല. ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വഴിയിൽ നിന്ന് ഗോഗ്വ വിളിക്കുന്നത് പോലെയല്ല, കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടതാണ്. വിമർശിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ സംഘടനയെ കെട്ടുറപ്പോടെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ബാധ്യതയും കൂടെ ഉണ്ട്. അവരുമില്ല. അങ്ങനെ എല്ലാവരും കൈയൊഴിഞ്ഞ് അവസാനം 2 സ്ത്രീകൾ വളരെ ധൈര്യത്തോടെ ഞങ്ങൾ മത്സരിക്കാമെന്ന് പറയുമ്പോൾ വേറൊരു വശത്ത് നിന്ന് അതിനെതിരെ ഇത്തരം വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ചുരുക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കും, കുക്കു പരമേശ്വരനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ശ്വേതാ മേനോനും മത്സരത്തിൽ ജയിക്കും. പക്ഷേ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരെല്ലാവരും ഈ സംഘടനയെ കൈയൊഴിയും. ഇപ്പോഴേ കൈയൊഴിഞ്ഞ് കഴിഞ്ഞു. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി മേലാൽ സ്ത്രീകൾക്കെതിരെ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയരുത്, അതിനുള്ള ശിക്ഷയാണ് ഞങ്ങൾ തരുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ബാക്കി എല്ലാവരും. തെരഞ്ഞെടുപ്പിന് മത്സരിക്കാതിരുന്നതിലൂടെ, ഈ വിഷയത്തിൽ മാറുന്നതിലൂടെ, സ്ത്രീകൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച അണിയറിൽ നിന്ന് ആളുകൾ കളിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരുന്നതിലൂടെ അവരെല്ലാം ചെയ്തു വെച്ച കാര്യം അത് വളരെ ഗൗരവമുള്ളതാണ്. ഞാൻ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട നടിമാരെ ഞാൻ വിടുന്നു. നടന്മാർക്ക് ഒരു ഉത്തരവാദിത്വം കൊണ്ടുണ്ടായിരുന്നു. ഇനി സ്ത്രീകളെല്ലാം ആയിക്കോ എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീ സംവരണമാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നുള്ളതിൻ്റെ മലയാളമാണത്. AMMയിൽ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ ഓരോ ദിവസവും ഓരോ കേസ്. ഇപ്പോൾ ശ്വേതാ മേനോനെതിരെയാണ് വിചിത്രമായ കേസ് വന്നിരിക്കുന്നത്. കേസ് കുതന്ത്രമോ എന്നാണ് ചോദ്യം. ആൻഡ്രോ ഗേസ്റ്റൺ. അമ്മയിലെ പിന്നെ ആൺമക്കളും പെൺമക്കളൊക്കെ കൂട്ടത്തല്ലാണ് ഇപ്പോൾ. എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ നയിക്കണം എന്നാണ് ചോദിക്കുന്നത്. പഴയ തറവാട് വീട്ടിലൊക്കെ മക്കളോട് പറയല്ലോ, ഇളയ മകൻ നോക്കിക്കോണം, മൂത്ത മകൻ നോക്കരുത്, വേണമെങ്കിൽ ആ അമ്മയ്ക്ക് സ്വത്തൊക്കെ കിട്ടിയത് ഇളയ മകനല്ലേ, അമ്മയ്ക്ക് പിന്നെ സ്വത്തൊക്കെ അമ്മ എഴുതി കൊടുത്തത് മൂത്ത മകനല്ലേ എന്നൊക്കെ പറയുന്ന പോലെയാണ്. എന്തൊരു വിചിത്രമായ സംഭവമാണെന്ന് നോക്കിക്കേ. മത്സരിക്കുന്നവർക്കെതിരെ എല്ലാം കേസ് വരിക. അത് എത്ര വർഷം മുന്നിലുള്ളതാണ്? 10 വർഷം, 8 വർഷം, 20 വർഷം മുന്നിലുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന കേസുകളെടുത്ത് കൊണ്ടുവരികയാണ്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണെന്ന് നോക്കിയത്. നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മ എല്ലാം എപ്പോഴും ഒറ്റക്കെട്ടാണ്, അമ്മയുടെ പുറത്തുള്ള ആൾക്കാരാണ് അമ്മയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയിൽ എപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാലും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ പുറത്ത് നിന്നിട്ട് ശക്തമായ രീതിയിൽ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണ്, AMMA എന്ന് പറയുന്നു എന്നൊക്കെയായിരുന്നു ഒരു സമയത്ത് ഉള്ള സംഭവം. ഇപ്പോൾ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ അമ്മയുടെ ഉള്ളിൽ തന്നെയാണ്. ഇത് നേരത്തെ ഉണ്ട് കേട്ടോ.
അമ്മയിലെ പ്രശ്നങ്ങളെല്ലാം പുറത്ത് പറഞ്ഞിരുന്നതും പുറത്ത് എത്തിച്ചിരുന്നതും പുറത്ത് വാർത്തയാക്കിയിരുന്നതും ചർച്ചയാക്കിയിരുന്നതും എല്ലാം അമ്മയിലെ ഉള്ളിലെ അംഗങ്ങൾ തന്നെയാണ്. പക്ഷേ എല്ലാം എന്താണ്, അമ്മയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുമായിരുന്നു അല്ലേ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ സ്പ്ലിറ്റായിട്ട് എന്ത് ചെയ്യുന്നു, അമ്മേനെ നയിക്കാൻ ആരും വേണ്ട, നയിക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ മതി എന്ന് ഒരു പ്രബല വിഭാഗം മാറി എന്ന് പറയാണ്. പക്ഷേ ഞങ്ങൾ മത്സരിക്കാൻ വരില്ല. ഞങ്ങൾ മത്സരിക്കണമെങ്കിൽ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു, ഞങ്ങളെ വാർത്ത കൊടുത്ത് അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരും മോശക്കാരാക്കി, ഞങ്ങളെല്ലാം പീഡന കേസിലെ പ്രതികളാക്കി, ഞങ്ങളെല്ലാം ഒഴിവാക്കിയെങ്കിൽ പിന്നെ നിങ്ങൾ നയിച്ചോളൂ. നിങ്ങൾ നയിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ പറയും നിങ്ങളും ആരോപണ വിധേയരാണെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ജിമ്മി സാറ് വായിച്ച പോലെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്ത കേസ് കൊണ്ടുവരും. അത് കോടതിൻ്റെ മുന്നിലാണ് കൊണ്ടുപോയി. ഏത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പം തന്നെ എടുത്ത് ചവറ്റോട്ടയിലിട്ടു. പക്ഷേ അത് പിന്നെ ഇവിടെ കൊടുത്തു, കോടതിയിൽ കൊടുത്തു. കോടതി ഇതൊന്നും നോക്കുന്നില്ലല്ലോ. കോടതി നേരെ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടോ എന്ന് പറയുകയാണ്. FIR ഇട്ടപ്പോഴത്തേക്ക് എന്ത് സ്പീഡിലാണ് വാർത്ത വരുന്നത് അല്ലേ. പിന്നെ ശ്വേതാ മേനോനെതിരെ പരാതി എന്ന് പറഞ്ഞിട്ടാണ്. പരാതിയിൽ എന്തിനും കഴമ്പുണ്ടോ ഒരു മാധ്യമങ്ങളും പറയുന്നില്ല. ഞാൻ എല്ലാ മാധ്യമങ്ങളെയും വാർത്തയെടുത്ത് നോക്കി, ഒരു മാധ്യമങ്ങളും ഇതിൽ വല്ല കഴമ്പുണ്ടോ എന്നൊന്നും പറയുന്നില്ല. വെറുതെ FIR ഇട്ടു. എന്തോ വലിയ പ്രശ്നത്തിന് പേരിൽ ശ്വേതാ മേനോനെതിരെ FIR ഇട്ടു, ഏതോ പഴയ സിനിമയിൽ അഭിനയിച്ചു, അശ്ലീല സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. കേരളത്തിലെ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഒരു കാര്യമില്ലാതെ ക്ഷമിച്ചിരിക്കുന്നത്, അതെ, ഒരു കാര്യവുമില്ലാതെ അല്ല, ഒരു കാര്യമില്ലാതെ അശ്ലീല സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുകയാണ്. അത് കൂട്ടുന്നത് വാർത്ത കൊടുക്കുകയാണ്. എവിടെയാണ് നമ്മുടെ സ്ഥലം പോയി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതിനെയാണെങ്കിൽ അമ്മ എന്തിനാ 8 കോടി അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. 8 കോടിക്ക് വേണ്ടിയിട്ട് ഒരു ടീം പണിയെടുക്കുന്നു. അതിൻ്റെ അകത്ത് മറ്റേ ടീം പറയുന്നത് 5 കോടി GSTക്ക് അടയ്ക്കാനുണ്ടെന്ന് പറയുന്നു. അതടച്ച ബാക്കി 4 കോടിയേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മേനെ ഇപ്പോൾ ആർക്കും വേണ്ട. അമ്മേനെ ആർക്കും വേണമെങ്കിൽ എന്താ അറിയോ, ഈ മക്കൾ ഒഴിവായാൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം, ആ മക്കളുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്നാണ്. ആ മക്കളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും നടക്കുകയാണ്. അത് എന്ത് തറ വേലയായാലും കുഴപ്പമില്ല, ആ മക്കളെ പുറത്താക്കണം. അപ്പം അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അമ്മയുടെ ഉള്ളിലുള്ള മക്കളുമില്ല, അമ്മയ്ക്ക് പുറത്തുള്ള മക്കളുമില്ല എന്നുള്ളതാണ്. പക്ഷേ 8 കോടി ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. ഇതാണ് അമ്മയുടെ അവസ്ഥ. അപ്പോൾ അതിനകത്ത് ചില ആൾക്കാർ ഒരു ആരോപണം പറയുന്നത് മെയിൽ ചോർത്തി, അതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്തു, അതൊക്കെ സൂക്ഷിച്ച് വെച്ച് അമ്മയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി 7 വർഷം മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറയുന്നത്. എന്നിട്ട് ഈ 7 വർഷമായിട്ട് അറിയാവുന്ന ഒരു മക്കളും ഇത് പറഞ്ഞില്ല. ഒരു വർഷം, ഇത്ര 7 വർഷമായല്ലോ, ഒരു മക്കളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ നടിയെ ആക്രമിച്ച കേസ് വരുന്ന സമയത്ത് അമ്മ ഒറ്റക്കെട്ടാണല്ലോ. അമ്മ ആ സമയത്ത് ഒറ്റക്കെട്ടാണ്. ആർക്കെതിരെയാണ്? പീഡകനെതിരെയാണ് ഒറ്റക്കെട്ടായി എടുക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് അതിന് ശേഷം വന്ന എല്ലാ സംഭവങ്ങളിലും പീഡനൊപ്പാണ്. അതേ പറയാം. അപ്പോൾ അവിടുന്ന് ഒരു ടീം അമ്മയുടെ മക്കൾ ഇറങ്ങി പോകുന്നുണ്ട്. ആ അമ്മേനെ മക്കളെ തള്ളി, അവരാണ് അതെ, മക്കളെ തള്ളി. അപ്പോൾ സംബന്ധിച്ചിടത്തോളം അമ്മയാണെങ്കിൽ ഞങ്ങളെ തള്ളില്ല, ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് അന്ന് അവർ പറഞ്ഞത്. പക്ഷേ അവരെ തള്ളി. അതിനുശേഷം എന്ത്, ഹേമ കമ്മിറ്റി വന്നു. ഹേമ കമ്മിറ്റി വന്നപ്പോഴത്തേക്ക് അമ്മയിൽ പൊട്ടിത്തെറിയാണ്. കാരണം എന്താ പറയുക, ആരുടെയൊക്കെ പേര് പുറത്തു വരുമെന്ന് അറിയില്ല. അവരുടെ പേരുണ്ട് ഹേമ കമ്മിറ്റിയിൽ, ഇവരുടെ പേരുണ്ട് ഹേമ കമ്മിറ്റിയിൽ, അവരെ മൊഴി എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പുറത്ത് നിൽക്കുന്നു, അകത്ത് നിൽക്കുന്നവരൊക്കെ പടപടാന്ന് FIR വരുന്നു. കേസ് അന്വേഷിക്കാൻ വേണ്ടി പുതിയ ടീമിനെ ഇറങ്ങുന്നു. ആ ടീമൊക്കെ പോയി. എതിരെ പോയി ടീം? എത്ര ദിവസം കേരളം ചർച്ച ചെയ്തതാണ് FIR അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പരാതി ഉണ്ടോ? അപ്പോൾ അത് കോടതി തന്നെ പറയുന്നു ചർച്ച ചെയ്യാൻ പാടില്ല, ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ മിണ്ടണ്ടെന്ന് കോടതി തന്നെ പറയുന്നു. അപ്പോൾ എന്താണ് ആത്യന്തികമായി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അമ്മയെ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു പ്രബല വിഭാഗം തന്നെയാണ്. ആ പ്രബല വിഭാഗം മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഈ അമ്മേനെ ഇപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് ഞങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അവരെല്ലാം ഒരു മൗനസമ്മതം ഈ സംവിധാനത്തിലുണ്ട്. ആ മൗനസമ്മതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇനി എന്താണെന്നറിയോ, ഇത് ഇല്ലെങ്കിൽ ഇത് പൊളിച്ച് നമുക്ക് വെടക്കാക്കി തനിക്കാക്കുക എന്ന് കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ നമ്മൾ പറയുക വെടക്കാക്കി തനിക്കാക്കുക. അപ്പോൾ ഇത് വെടക്കാക്കിയിട്ട് തനിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കഷ്ടമാണ്. മലയാള സിനിമ പോലെയൊരു നടീതടന്മാരെ 10-35 വർഷമായി നിൽക്കുന്ന പ്രമുഖരായ ആൾക്കാർ അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഈ അവസ്ഥയിലേക്ക് പ്രമുഖരാരും ഇല്ലാതെ വർഷങ്ങളായി സിനിമയിൽ അഭിനയിക്കാത്തവരൊക്കെ വരുന്നു, അത് ചർച്ച ചെയ്യുന്നു, എല്ലാം ചർച്ച ചെയ്ത് ഒരവസ്ഥയിൽ എത്തിച്ച് നിൽക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതിനൊന്നും ആർക്ക് വേറെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒരു അഭിപ്രായമില്ല കേട്ടോ. ഇതിന് മത്സരത്തെക്കുറിച്ച് ഒന്നും അഭിപ്രായമില്ല. എവിടെ എത്തി നിൽക്കുമെന്നും അറിയില്ല. ഒറ്റ കാര്യം ശരിയാണ്, അമ്മയിൽ എന്താ അവസ്ഥയാകും എന്നുള്ളത് 2 ദിവസം കൊണ്ട് അറിയാം. കാരണം ആരെങ്കിലും ഒരാൾ പ്രസിഡന്റ് സെക്രട്ടറി ആകുമല്ലോ. പക്ഷേ ഈ പ്രസിഡന്റ് സെക്രട്ടറിക്ക് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി ഇതെങ്ങാനും പിടിച്ച് ജയിച്ച് വന്നാൽ ഇവർക്കിത് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകും. ഇവരോടൊക്കെ വെല്ലുവിളിച്ചിട്ട് വേണമല്ലോ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
AMMയുടെ ചരിത്രത്തിൽ 1994 മുതൽ ഇന്ന് വരെ 4 പ്രസിഡന്റുമാരാണ്, 4 പേരാണ് സെക്രട്ടറിമാരും. 4 പ്രസിഡന്റുമാർ ആരൊക്കെയാണ്? ആദ്യം MG സോമൻ, പിന്നീട് മധു, മോഹൻലാൽ പ്രസിഡന്റായിട്ട്, പിന്നെ ഇന്നസെന്റ്. ഇത്രയേറെ കാലം ഇന്നസെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 4 പേര്. സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാലോ മോഹൻലാൽ, മമ്മൂട്ടി, TP ഉണ്ടായിരുന്നു, TP മാധവൻ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്, പിന്നെ സിദ്ദിഖ്. ഇടവേള ബാബു, മോഹൻലാൽ, മമ്മൂട്ടി, സിദ്ദിഖ്, ഇത്രയും പേരേ ഉള്ളൂ. ഇതിലൊന്നും തന്നെ നിർണായകമായ സ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ ഒരു ലീഡർഷിപ്പ് ആ സംഘടനയിൽ ഉണ്ടായിട്ടില്ല. അത് പോട്ടെ, എന്നാൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിഷയം വരുന്ന സമയത്ത് ആ സംഘടന ആർക്കൊപ്പമാണ് നിലയുറപ്പിച്ചത്? ഒരേ സമയം വേട്ടക്കാരനോടൊപ്പം നിലയുറപ്പിക്കുകയും വേട്ടക്കാരനും ഇരയാക്കപ്പെട്ടവരും ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളാണെന്ന് പറയുകയും ചെയ്ത വിചിത്രവാദമാണ് അമ്മ എന്ന സംഘടനയെ AMMA എന്ന സംഘടനയിലേക്ക് മാറ്റിയത്. അതുകൊണ്ടാണ് നമ്മളടക്കമുള്ളവർ AMMA എന്ന സംഘടന വിളിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ സംഘടനയിൽപ്പെട്ട ചില വ്യക്തികളോടുള്ള വിരോധം കൊണ്ടല്ല, ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ആശയം അതായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ആശയങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? 506 അംഗങ്ങളേ ഉള്ളൂ ഈ സംഘടനയിൽ. 506 അംഗങ്ങൾ. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനനും ദേവനും മത്സരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മിപ്രിയ, ഈ 3 പേരിൽ 2 പേര് തിരഞ്ഞെടുക്കപ്പെടും. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരനും രവീന്ദ്രനും മത്സരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അൻസിബ ഇതിനകം തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതാണ് ഏറെ വിചിത്രമായ കാര്യം. തിരഞ്ഞെടുക്കപ്പെട്ട അൻസിബ ചോദിച്ച ചോദ്യം, കുറ്റാരോപണ വിധേയർ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടാ, മന്ത്രിമാർ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നയാൾ കുറ്റാരോപിതനായതുകൊണ്ട് മത്സരിക്കാൻ പറ്റുമോ? ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല പ്രിയപ്പെട്ട അൻസിബ. അൻസിബയ്ക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതാണ്. നമുക്ക് ആ താരത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, അൻസിബ ആ ആരോപണ വിധേയൻ എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ സംഘടനയിൽ അന്ന് ചിരിച്ച പല മനുഷ്യരും ഇന്ന് പല പീഡന കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അന്നത്തെ വളരെ അശ്ലീലം നിറഞ്ഞ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ അതിനെ വിശേഷിപ്പിക്കുക. കാര്യം അതിൽ ചിരികൾ, തമാശകൾ. നോക്കൂ, ഒരു സ്ത്രീ, ഒരു സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളോട് അന്നത്തെ താരങ്ങൾ വന്ന് നടത്തിയ പ്രകടനമാണ് കണ്ടത്. അന്നിൽ വലിയ രീതിയിൽ വാഗ്വാദം നടത്തിയ പിന്നീട് ജനപ്രതിനിധിയായ ഒരു താരം ഒരു പീഡന കേസിൽ പ്രതിയായി. അതിൽ അന്ന് ഇരുന്ന് കൂടുതൽ ഡിഫെൻഡ് ചെയ്ത പിന്നീട് ജനറൽ സെക്രട്ടറിയായ മറ്റൊരു താരം മറ്റൊരു പീഡന കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി, ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതൊക്കെ അൻസിബയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കുറ്റാരോപിതരെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സാമ്പത്തിക തട്ടിപ്പ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടൽ, ഇതൊക്കെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിലുള്ള ആളാണോ വനിതാ താരങ്ങൾ അധികമുള്ള ഒരു സംഘടനയിൽ തലപ്പത്ത് വരേണ്ടത്? അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അതൊക്കെ സാങ്കേതികമായി മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേസ് കൊടുക്കലും പരാതിയൊക്കെ ഉണ്ടാവും. ഇതങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അവിടെ തന്നെ ഒരു തെറ്റു പറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇതിൽ കുക്കു പരമേശ്വരനെ ടാർഗറ്റ് ചെയ്യുന്നതിനാണ്. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ദിഖിനോട് മത്സരിച്ച് 28 വോട്ടിനും കണ്ടാണ് കുക്കു പരമേശ്വരൻ പരാജയപ്പെടുന്നത്. അത്ര വലിയ സ്വാധീനം കുക്കു പരമേശ്വരനുണ്ട്. അത്ര എളുപ്പത്തിലൊന്നും കുക്കു പരമേശ്വരൻ വഴങ്ങില്ല എന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ച ദിശയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുക്കു പരമേശ്വരനും ശ്വേതയും ഒക്കെ ഉള്ള കാലത്തോളം നടക്കില്ല എന്നത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ബാബുരാജ് പിന്മാറുമ്പോൾ എന്താ പിന്നെ കുറച്ച് പേർക്കും കൂടി കറയായിക്കളയാം എന്നങ്ങ് തീരുമാനിക്കുന്നു. അങ്ങനെ ചില യൂട്യൂബർമാരുടെയൊക്കെ സഹായത്തോടു കൂടി ആ നീക്കം നടത്തുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇന്നിപ്പോൾ കലൂരിൽ കണ്ണായ സ്ഥലത്ത് 15 സെൻറ്റ് സ്ഥലവും അവിടെ ഇപ്പോൾ ഒരു കാർപോർച്ചിൻ്റെ സ്ഥലവും കൂടെ അവിടെ എടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തൊരു മുറിയും കൂടിയുണ്ട്. അത് പിന്നീടൊരു ടെമ്പററി ബാറായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപണമുണ്ട്, എനിക്കറിയില്ല. ആ ബാറിനകത്ത് ചില അമ്മാവന്മാർ ഈ നീക്കുന്ന ചില നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ AMMA എന്ന സംഘടനയെ ഇത്ര തൊലിയുരിച്ച് നമ്മുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. സ്ത്രീകളെ കുറിച്ചാണ് അത് ചെയ്യുന്നത്. ഉഷാ ഹസീന അല്ലേ, ഉഷാ ഹസീന, പൊന്നമ്മ ബാബു തുടങ്ങിയ താരങ്ങളെ കൊണ്ട് ഈ ഇത്തരം വിവാദങ്ങൾ ഉയർത്തി. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കുക്കു പരമേശ്വരൻ ഉയർത്തിയത് പച്ചക്കള്ളമാണ് എന്നുള്ളത്. അവിടെ 2018 ഹോളിഡേ ഇന്നിലാണ് ആ മീറ്റിംഗ് നടക്കുന്നതെന്ന് തോന്നുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത 12 പേരിൽ ഒരാൾ നമ്മുടെ തെസ്നി ഖാനാണ്, മറ്റൊന്ന് ബീന ആന്റണിയാണ്, മറ്റൊന്ന് ഷംന കാസിമാണ്, മറ്റൊന്ന് മഞ്ജു പിള്ളയാണ്, ലിസി ജോർജാണ്, പ്രിയങ്കയാണ്, എനിക്കൊന്നു KPSC ലളിത അടക്കമുള്ളവരാണ് പങ്കെടുത്തത്. ഇതിലൊരു നടനെക്കുറിച്ച് പറയുന്ന സമയത്താണ് ഒരു മുതിർന്ന നടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൊടുക്കുന്നത് 8-7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. പിന്നീട് ഇന്നേ വരെ ഈ മെമ്മറി കാർഡ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ മെമ്മറി കാർഡ് പെട്ടെന്ന് ഇരുന്ന് വരുമ്പോൾ എന്താ, കുക്കു പരമേശ്വരനെ എതിരെ ഒരു ആരോപണം ഉന്നയിക്കണം. അതിനുവേണ്ടി കണ്ടുപിടിച്ചതാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അവിടെ അത് കൃത്യമായിട്ട് ഓഡിയോ പോലും ആ മെമ്മറി ടേപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അവാസ്തവമായ ഒരു കാര്യമാണ്. അതിൻ്റെ പേരിലാണ് കുക്കു പരമേശ്വരനെ വേട്ടയാടുന്നത്. രണ്ടാമത് ശ്വേതാ മേനോനെതിരെ യഥാർത്ഥത്തിൽ ഇയാളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഈ മാർട്ടിൻ എന്താണ് മീനാച്ചേരി എന്തോ ഒരു കഥാപാത്രം. ഇയാൾ
ഇയാളുടെ പേരിൽ തന്നെയുള്ള അലിഗേഷൻസ് കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. കാര്യം ഒരു ചർച്ചയിലേക്ക് അയാളുടെ പേര് കൊണ്ടുവരേണ്ട സാഹചര്യം പോലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അശ്ലീല രംഗത്തിൽ അഭിനയിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ പേര് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. പലേരി മാണിക്യം പോലൊരു സിനിമ. മമ്മൂട്ടി എന്ന സിനിമാ നടൻ അശ്ലീല രംഗത്ത് അഭിനയിച്ചു. നാളെ മമ്മൂട്ടിക്കെതിരെ ഇയാൾ കേസ് കൊടുക്കൂലേ? മമ്മൂട്ടി എന്ന നടനെതിരെ കൂടിയല്ലേ യഥാർത്ഥത്തിൽ ആരോപണം വന്നിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് AMMയിലെ അംഗങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മനുഷ്യനെ കുറിച്ച് പറയരുത്. ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു പറയുന്നത്? അതാണ്. എന്നിട്ട് AMMയിലെ താരങ്ങൾക്ക് ഒരു തരത്തിലും മിണ്ടാട്ടമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ശ്വേതാമേനോടൊപ്പം നിൽക്കണ്ടേ? ഇതേപോലെ പുറത്തുനിന്ന് വരുന്ന ചില കൃമികൾ ഈ സംഘടനയ്ക്കുള്ളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരുന്ന സമയത്ത് ഈ വിഷജീവികളെ പുറത്തു നിർത്താൻ സംഘടന ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഇക്കാര്യത്തിൽ പലേരി മാണിക്യമാണെങ്കിൽ അത് അവരുടെ ടാലൻ്റാണ്. ആ ടാലൻറ്റിൽ അവർ അഭിനയിച്ച സിനിമ ഇവിടെ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത് പുറത്തിറക്കിയ സിനിമയിൽ വളരെ വൃത്തിയായിട്ട് അഭിനയിച്ച ഒരു താരത്തെ ആ രീതിയിൽ കരിവാരിത്തേക്കാൻ ഉപയോഗിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മതി ശ്വേതാമേനോന് പിന്നാലെ അണിനിരക്കാൻ. ഇന്നിപ്പോൾ AMM എന്ന സംഘടനയെ തിരിച്ച് അമ്മ എന്ന സംഘടനയാക്കി മാറ്റണമെങ്കിൽ ഈ ശ്വേതാമേനോടൊപ്പം അണിനിരക്കുക, ഈ പറയുന്ന കുക്കു പരമേശ്വരനോടൊപ്പം ശക്തമായിട്ട് നിലയുറപ്പിക്കുക, എന്നിട്ട് ശക്തമായ നിലപാടുകളുമായി, ഉറച്ച നിലപാടുകളുമായി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പരിപാടികൾ കൊണ്ടുവരിക. ഒരു കാര്യം ഈ മാലാ പാർവതിക്കെതിരെയും ഈ നടിമാർക്ക് നോക്കൂ. എന്നിട്ട് അവരൊരു സ്ക്രീൻഷോട്ടിനെ പുറത്തേക്ക് വിടുന്നുണ്ട്. അവർ മന്ത്രിമാരുടെ നമ്പറുകൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേൾപ്പിക്കുന്നത് അത് പുറത്തു വിടേണ്ടി വന്നു അവർക്ക്. സഹായം ഇവരെ ബന്ധപ്പെടുക എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ സംഘടനയിൽ നടക്കുന്ന ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല. കാര്യം അതുകൊണ്ട് അതൊരു സാംസ്കാരിക വിപത്തായിട്ട് അതിൽ ചിലർ മാറുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ആ സംഘടന 40,000 രൂപയ്ക്ക് ചിലവ് നടന്നുകൊടുക്കുന്ന ഒരു സംഘടന ഇന്ന് 20 ലക്ഷത്തിലധികം രൂപയും കണ്ട അതിൻ്റെ ചിലവെന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിലേക്ക് വലിയ ധൂർത്തായിട്ട് മാറിയിട്ടുണ്ട്. 1.5 കോടി രൂപ GST കുടിശ്ശിക അടയ്ക്കാനുണ്ട് ആ സംഘടന. മാസം ചെലവാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, അത് ചെറിയ കാര്യമാണോ? ഇത്തരം ധൂർത്തുമായി നടക്കുന്ന തങ്ങളുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ കലൂരിലുള്ള ഈ കെട്ടിടം ഉപയോഗിക്കുന്ന ഒരാളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സംഘടനയെ തകർക്കാൻ കഴിയുക? അതുകൊണ്ട് എൻ്റെ ലളിതമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ 506 അംഗങ്ങളിൽ ഇപ്പോഴും 180 പേർക്ക് 5000 രൂപ വെച്ച് ഈ സംഘടന പ്രതിമാസം കൊടുക്കുന്നുണ്ട്. സഞ്ജീവനി എന്ന് പറയുന്ന മറ്റൊരു മെഡിക്കൽ എയ്ഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ, അതിന് വിശ്വാസം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ സംഘടന ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് വേണ്ടത്. അതിനുവേണ്ടി ഒരുമിച്ച് തന്നെ നിൽക്കുക. അനാവശ്യമായിട്ടുള്ള ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കുക. കാരണം നമ്മളുടെ കലാകാരന്മാരുടെ സംഘടന എന്ന് പറയുമ്പോൾ അതിനൊരു സാംസ്കാരികമായ ഔന്നത്യമുണ്ട്. അത് ഈ പറയുന്ന പാഴുകളുടെ സാമ്പത്തിക ലാഭം നോക്കിയിട്ട് കൊണ്ടുവയ്ക്കരുത് എന്നുള്ളതാണ് അഭിപ്രായം. അത് ആരൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. ചുരുങ്ങിയ പക്ഷം ഈ സംഘടന ഉള്ളവർക്കെങ്കിലും അറിയാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ സംഘടനയായി മാറേണ്ടതാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക അടയാളമായി മാറേണ്ട സംഘടന ഒരു ജീർണതയുടെ അടയാളമായി മാറരുത് എന്നുള്ളതാണ് നമ്മുടെ വിനീതമായ അഭിപ്രായം. അപ്പോൾ കേസ് കുതന്ത്രമോ എന്ന ചോദ്യത്തിന് അങ്ങേയറ്റം കുതന്ത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അമ്മയെ നയിക്കുന്നത് ചില അമ്മാവന്മാരായി മാറുന്നു എന്നുള്ളത് വളരെ മോശം കാര്യമാണ്. അത് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള നല്ല മിടുക്കികളായിട്ടുള്ള ആളുകൾ വരട്ടെ, അത് മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ വരട്ടെ, ആ സംഘടന മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. കേസ് കുതന്ത്രമോ എന്ന ചോദ്യത്തിന് 4 പേരുടെ അഭിപ്രായം യേസ് എന്നാണ്. Meet the editors.